നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ സിദ്ധർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ PCOD അവയർനെസ് വേണം. പെൺകുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ SSLC +2 ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്കും PCOD ഉണ്ടാവുന്നത്. ഇതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പിന്നീട് ഫ്യൂച്ചറിൽ ബാധിപ്പ് ഏർപ്പെടും. അതുകൊണ്ട് ആ PCOD പറ്റിയുള്ള അവയർനെസ് സ്കൂളിലൊക്കെ ഉണ്ടാക്കണം. ഗവൺമെൻറ് അതിന് നിർദ്ദേശം കൊടുക്കണം. ആ പീരീഡ്സ് ടൈമിൽ പിള്ളേരെ വന്ന് സ്പോർട്സ് കളിക്കാൻ വിടരുത്. അവർ റെസ്റ്റ് അലോ ചെയ്യണം. ലൈബ്രറിയിൽ പോയി പഠിക്കാൻ എന്തെങ്കിലും അസൈൻമെൻറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇപ്പോൾ വന്ന് 4 സ്റ്റോറേജ് ബിൽഡിംഗ്, 5 സ്റ്റോറേജ് ബിൽഡിംഗ്, അവിടെ ലിഫ്റ്റ് ആവശ്യമാണ്. ലിഫ്റ്റിൽ തന്നെ ആ പീരീഡ്സ് ടൈമിൽ പോകണം. ഈ പടി കയറുന്നത് കൊണ്ട് ഉള്ള ബാധിപ്പ് ഏർപ്പെടുന്നു. ഇതുപോലെ വന്ന് ഈ മെൻസ്ട്രസ് ടൈമിൽ അവർ യൂസ് ചെയ്യുന്ന ഈ പാഡ്സൊക്കെ 4 അവറിന് ഒരുക്കം മാറ്റേണ്ടതാണ്. 4 അവറിന് അധികമായിട്ട് യൂസ് ചെയ്താൽ അതിൽ ഈസ്റ്റ് ഫാം ആവും. അതുമാതിരി സ്വെറ്റിങ് കാലിൻ്റെ ഇടയിലുണ്ടെങ്കിൽ അത് ഒന്ന് ക്ലിയർ ചെയ്ത്. ഇതിപ്പോൾ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഇതിനെ ഒരു സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഒരു ഇഷ്യൂ ആയിരിക്കുന്നു. ഈ അവയർനെസ് സ്കൂളുകാർ ഉണ്ടാക്കേണ്ടതാണ്. ഈ പ്രൈവറ്റ് സ്കൂളൊക്കെ ഇപ്പോൾ ഒരുപാട് ഫീസൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അവർ ഇതിനുള്ള ഒരു സ്പെഷ്യൽ കെയർ എടുക്കണം. 6 മാസത്തിനൊരുക്കം ഒരു ഗൈനക്കോളജി ഡോക്ടറെ വെച്ച് അവർ പിള്ളേർക്ക് മോട്ടിവേഷൻ, പിള്ളേർക്ക് ഒരു അവയർനെസ് ക്യാമ്പ് ഉണ്ടാക്കണം. ട്രീറ്റ്മെൻറ്റ് അർജൻറ്റിനുള്ളതെന്ന് റിപ്പോർട്ട് ചെയ്യണം. അല്ലാതെ 60% ഇപ്പോൾ ഇന്ന് PCOD റിപ്പോർട്ടാവുന്നത്. 60% പെൺകുട്ടികൾ ഇങ്ങനെ ആയാൽ അവർ ആഫ്റ്റർ മാരേജ് അവർ വന്ന് ഒരുപാട് പൈസ ചെലവാക്കേണ്ട വരും. ഈവൻ ടെസ്റ്റ് ട്യൂബ് ചൈൽഡ് വരെ പോകേണ്ടത് വരും. അതൊക്കെ വെച്ച് പൈസയൊക്കെ ഒരുപാട് പിടിച്ചെടുക്കാൻ ആളുകളുണ്ട്. അതുകൊണ്ട് ഈ അവയർനെസ് പ്രോഗ്രാം ആദ്യം പേരൻസിനും സ്റ്റുഡൻസിനും സ്കൂൾസിലുള്ളവർക്കും വേണം. ഇത് ഗവൺമെൻറ്റും ഇതുവരെ അത് അവയർ ആയി അതിനുള്ള സ്റ്റെപ്പ് എടുത്തതായിട്ട് തോന്നുന്നില്ല. ഇതൊരു മേജർ ഇഷ്യൂ ആണ്. അതിന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ശരി, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ശരി, പേരൻസും സ്റ്റുഡൻസിന് ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു അത്യാവശ്യ ഒരു സ്റ്റേജിലാണ് കേരളം മാത്രമല്ല മറ്റുള്ള സ്റ്റേറ്റുകളിരിക്കുന്നത്. അതുകൊണ്ട് ഈ പേരൻസ് ഇതിനെക്കുറിച്ച് ഒരു സ്പെഷ്യൽ കെയർ എടുത്ത് സ്കൂൾ അഡ്മിനിസ്ട്രേഷനും ഗവൺമെൻറ്റിനും റെപ്രസെൻറ്റേഷൻ ചെയ്ത് ഈ PCOD ഈ കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു പ്രിവെൻറ്റീവ് സ്റ്റെപ്സാണ്. പടി കയറുന്നത്, അതേമാതിരി സ്പോർട്സ് കളിപ്പിക്കാൻ വയ്ക്കുന്നത്, അവരെ വന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ വയ്ക്കാതെ റെസ്റ്റിനുള്ള ഇതിന് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഐഡിയ. ഇതിന് എല്ലാവരും കോപ്പറേറ്റ് ചെയ്ത് അത് നിലവിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ നന്ദി, നമസ്കാരം.